വേദവിചാരമെന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗ്ഗപിതാവും ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ ധ്യാനിക്കുന്ന വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അങ്ങോട്ട് ചേർന്ന് ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണമേ. അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ സഹായിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിലും ദൈവമേ ആത്മീയമായി പുതിയ ഉണർവ് നൽകി അങ്ങോട്ട് ചേർന്ന് മുമ്പോട്ട് പോകാൻ തൊക്കെ അങ്ങ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തെ അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. എപ്പിസൽ ഓഫ് സെയിൻറ്റ് പോൾ ടു ദി എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 14. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും എന്ന് പറയുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം 2 കാര്യങ്ങൾ ആണ് നമുക്ക് നൽകുന്നത്. ഒന്ന്, ഒരു ക്ഷണമാണ്, അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷനാണ്. 2, ഒരു വാഗ്ദത്തമാണ്, അല്ലെങ്കിൽ ഒരു പ്രോമിസാണ്. ഇത് രണ്ടും ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ തൊക്കോണം കഴിയും. അപ്പോൾ ഈ ക്ഷണം സ്വീകരിക്കുന്ന, അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വാഗ്ദത്വം കൂടി ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ തൊക്കോണം കഴിയുകയാണ്. ഈ തിരുവചനം നാം ധ്യാനിക്കുമ്പോൾ ഈ തിരുവചനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഉറങ്ങുന്നവനെ ഉണരുക. ഉറങ്ങുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ നമുക്കറിയാം. ഉറങ്ങുമ്പോൾ നമുക്ക് ചുറ്റുപാടും നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയുവാൻ കഴിയുകയില്ല. ചുറ്റുപാട് എന്ത് നടന്നാലും നാം അറിയുകയില്ല. നമ്മുടെ ശരീരം ഒരു വിശ്രമത്തിലാണ്. 2, ഉറങ്ങുമ്പോൾ എന്തെങ്കിലും അപകടം ചുറ്റുപാടുകളിൽ നടന്നാൽ നമുക്ക് പ്രതികരിക്കുവാൻ തക്കോണം കഴിയുകയില്ല. കാരണം നാം അറിയാത്തതുകൊണ്ട്. 3, നമുക്ക് ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടും കഴിയുകയില്ല. ഒരുപക്ഷെ ഉണരുമ്പോൾ അത് താമസിച്ചാൽ രക്ഷപ്പെടുവാനുള്ള സാധ്യതയും അവിടെ തീർന്നു പോവുകയാണ്. 4, ഉറങ്ങുമ്പോൾ ആ വ്യക്തി ആരെയും ദ്രോഹിക്കുന്നില്ല, ആർക്കും ഉപകാരവും ചെയ്യുന്നില്ല. ശരീരത്തിൻ്റെ ഒരു വിശ്രമം, സ്വന്തം ശരീരത്തിനാവശ്യമാകുന്ന കാര്യങ്ങൾ മാത്രമാണ് ആ ഉറക്കത്തിൽ നടക്കുക. മറ്റൊരു വ്യക്തിക്കും ഒരുവൻ്റെ ഉറക്കം ഒരു രീതിയിലും പ്രയോജനവും ചെയ്യുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഉറക്കത്തിൻ്റെ നാനാതരങ്ങളിലുള്ള അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉറങ്ങുന്നവനെ ഉണരുക എന്ന് പറയുമ്പോൾ ആത്മീയ ജീവിതത്തിൽ നമുക്കുള്ള ഉറക്കത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ എങ്ങനെയാണ് നാം ഉറങ്ങുന്നത്? നമ്മുടെ ശരീരം നാം ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത് പോലെ തന്നെ ആത്മീയമായി ഉറങ്ങുന്ന ഒരു വ്യക്തിയിലും ഈ കാര്യങ്ങൾ ഒക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് നാം കണ്ടു, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്തത് പോലെ ആത്മീയമായി ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് ചുറ്റുപാട് നടക്കുന്ന ഒരു കാര്യവും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ചുറ്റുപാടുകളും ആപത്തുകളും അനർത്ഥങ്ങളും മരണങ്ങളും മറ്റുമൊക്കെയും നടക്കുമ്പോൾ അത് എത്രത്തോളം നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കോണം പലപ്പോഴും കഴിയാറുണ്ട്. അനേക വാർത്തകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നാം കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രതികരിക്കുവാൻ പോലും കഴിയാതെ ഇരിക്കുന്ന സാഹചര്യം നാം ആത്മീയമായി ഉറങ്ങുന്നതുകൊണ്ടാണെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല. അപകടങ്ങൾ അല്ലെങ്കിൽ അനർത്ഥങ്ങൾ, മറ്റ് പലതരങ്ങളിലുള്ള പ്രയാസങ്ങളൊക്കെയും ചുറ്റുപാടുകളിൽ നടക്കുമ്പോൾ നാം അതിനെ എപ്രകാരമാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്ന്
നമുക്ക് പോലും ഒരുപക്ഷെ അറിഞ്ഞുകൂടാ. അപ്പോൾ ഉറങ്ങുന്ന ഒരു വ്യക്തിയെപ്പോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ നാം ഇത് ചെയ്യാത്തതിൻ്റെ കാരണം ആത്മീയമായ ഒരു ഉണർവ് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. തിരുവചനം നാം പഠിക്കുമ്പോൾ ലോകത്തിലുള്ള അന്ധകാര ശക്തികളെക്കുറിച്ചൊക്കെയും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ തന്നെ 6-ാം അധ്യായത്തിൽ 10 മുതലുള്ള തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവസാനമായി കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ കുതന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഈ ലോകത്തിൻ്റെ അധിപതി പിശാച്, അവൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും നാം തിരിച്ചറിയാത്തതുകൊണ്ട് നാം ആത്മീയമായി ഉണരാതെ മുമ്പോട്ട് പോകുന്നൊരവസ്ഥയാണ് എന്ന് നാം മനസ്സിലാക്കണം. മാത്രമല്ല പത്രോസ്ലീഹായും അതിനെക്കുറിച്ച് തൻ്റെ 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്. 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 8 മുതലുള്ള തിരുവചനം, സമചിത്തരായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങണം എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. സമചിത്തരായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് ജാഗ്രത ഉണ്ടാകുകയില്ല, ജാഗരൂകനായിരിക്കാൻ കഴിയുകയില്ല. പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ അവന് തിരിച്ചറിയുവാനും അപ്രകാരമുള്ള ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് കഴിയുകയില്ല. അപ്പോൾ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുമ്പോൾ അത് പിശാചിൻ്റെ പ്രവർത്തനമാണെന്ന് തിരിച്ചറിയുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് ആത്മീയ ജീവിതം നയിക്കുന്ന നാം ഓരോരുത്തരുമായി തീരുകയാണ്. പിശാചിനെ ഭയപ്പെടണമെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് നാം ഭയപ്പെട്ട് ജീവിക്കണമെന്നോ ഒന്നുമല്ല. എന്തെന്നാൽ പിശാചിനെ ജയിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരറിവും ഒരു ജാഗ്രതയും ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്? നമ്മെ പാപത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം നാം അറിയാതെ നടത്തുന്ന അവൻ്റെ പ്രവർത്തനങ്ങൾ നാം പലപ്പോഴും തിരിച്ചറിയാതെ പോവുകയാണ്. കർത്താവ് ഒരു ഉപമയിൽ, വിതയുടെ ഒരു ഉപമയിൽ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിതച്ച് ആ വിത്ത് കിളിർത്തു വരുമ്പോൾ അതിൻ്റെ കൂടെ കള കൂടി കിളിർത്തു വരികയാണ്. അപ്പോൾ വിത്താണല്ലോ, അല്ലെങ്കിൽ നല്ല വിത്താണ് വിതറിയത്, എങ്ങനെ കള വന്നു എന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ അവിടെ ശത്രു വന്ന് കള വിതച്ചതാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. കള കൂടി വളരട്ടെ, അവസാനം ഇതിനെ രണ്ടും പിഴുത് നല്ലതും മോശവുമായിട്ടുള്ള വേർതിരിക്കാമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് വിതച്ചു എന്ന് പറയുമ്പോൾ നാം ആത്മീയ ജീവിതത്തിൽ ഉറങ്ങുന്ന സാഹചര്യത്തിൽ നമ്മുടെ ആത്മീയ ജീവിത യാത്രയിൽ ദൈവത്തോട് ചേർന്ന് നടക്കാതിരിക്കുവാനുള്ള കളകൾ നാം അറിയാതെ പിശാച് നമ്മളിൽ വിതയ്ക്കും. എന്ന് പറയുമ്പോൾ അത് പലതരങ്ങളിൽ ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റേതാകുന്ന ആകർഷണവുമാകുന്ന കാര്യങ്ങൾ നാം അറിയാതെ പിശാച് നമ്മളിൽ വിതച്ചാൽ നാം സ്വീകരിക്കുന്ന ദൈവവചനവും നാം വിശ്വസിക്കുന്ന ദൈവത്തിലും പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പോകുവാൻ കഴിയുകയില്ല. അപ്പോൾ ആത്മീയമായി ഉറങ്ങുന്ന ഒരു വ്യക്തിയിലുണ്ടാകുന്ന ഒരപകടമാണ് ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. രണ്ടാമത് എന്താണ്? ഉറങ്ങുമ്പോൾ ചുറ്റുപാട് നടക്കുന്ന അപകടങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന അപകടങ്ങൾ എന്ന് പറയുമ്പോൾ ആത്മീയമായി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വലിയ സാഹചര്യങ്ങൾ നമ്മുടെ ഒക്കെ ചുറ്റുപാടുകളിൽ നടക്കുകയാണ്. അതൊരു പക്ഷേ നമ്മുടെ മക്കളിലൂടെയാകാം. നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന തരത്തിൽ ശത്രുക്കൾ അവരെ ദൈവകൃപയിൽ നിന്ന് അകറ്റി, അല്ലെങ്കിൽ ദൈവഭയത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആത്മീയമായി ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശത്രുവിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അപ്രകാരം അങ്ങനെയുള്ളവർ പോകാതിരിക്കുവാനുള്ള സംരക്ഷണം, ഒരു കരുതൽ അവിടെ നൽകുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അപ്പോൾ ആത്മീയമായി ഉറങ്ങുന്ന ഒരു വ്യക്തിക്കുണ്ടാകാവുന്ന ഒരു വലിയ അപകടമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മൂന്നാമത് എന്താണ്? രക്ഷപ്പെടുവാനുള്ള അവസരം ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടുന്നത് പോലെ നമുക്കും പലപ്പോഴും ഈ അവസരം
നഷ്ടപ്പെടുകയാണ്. അവസരങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ നാം ആത്മീയമായി ഉണർവില്ലാത്തവരാകിയാൽ പലപ്പോഴും ആ അവസരങ്ങളെ മുതലെടുക്കുവാൻ, അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ, ദൈവകൃപയിൽ വളരുവാൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടും. ദൈവം എപ്പോഴും ഒരു വ്യക്തിയും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, അവൻ മാനസാന്തരത്തിലേക്ക് വരുവാൻ, അവൻ ദൈവകൃപയിലേക്ക് വരുവാൻ ദൈവം അവസരങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നൽകിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ വ്യക്തി ആ അവസരം പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ ആ നഷ്ടപ്പെടുന്നത് അവനായിരിക്കും എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ കടന്നു പോകുകയില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനങ്ങളോ മാറിപ്പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരോ പുത്രൻ പോലും അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ വരവ്. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ ഭക്ഷിച്ചും കുടിച്ചും വിവാഹം ചെയ്തും വിവാഹം ചെയ്യിച്ചും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുന്നതുവരെ അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെ ആയിരിക്കും. ഉണരാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരുങ്ങാതെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ എന്ന് പറയുമ്പോൾ, ഈ പ്രളയത്തെക്കുറിച്ച് നോഹയോട് ദൈവം പറയുമ്പോൾ, നോഹ ദൈവത്തിൽ വിശ്വസിച്ച് അവൻ ആ പെട്ടകം, രക്ഷപ്പെടുവാൻ ആവശ്യമാകുന്ന പെട്ടകം അവൻ നിർമ്മിക്കുകയാണ്. വളരെ വ്യക്തമായി ദൈവം അവനതിനുള്ള രൂപരേഖകൾ നൽകുകയാണ്, എന്ത് ചെയ്യണം. അതനുസരിച്ച് യഹോവ കൽപ്പിച്ചതനുസരിച്ച് നോഹ ചെയ്തു എന്ന് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയും. ദൈവം പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അവനവിടെ ആ പ്രവൃത്തി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. എന്നാൽ അതോടൊപ്പം നോഹ തൻ്റെ ചുറ്റുപാടുമുള്ള, ഒരുപക്ഷെ തൻ്റെ ചാർച്ചക്കാരോടും സ്നേഹിതരോടും വേണ്ടപ്പെട്ടവരും അയൽവാസികളോടൊക്കെയും ഇത് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അവർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർക്കൊരു തമാശയായിട്ട് നോഹയെ കളിയാക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുകയാണ്. കാരണം അവരുടെ വഷളത്വത്തിൽ അവർ ജീവിക്കുകയാണ്. ദൈവഭയം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുന്നതും ദൈവം പറഞ്ഞു എന്ന് പറയുന്നതൊക്കെയും ഒരു പുച്ഛത്തോടെ കാണുന്ന ഒരു സാഹചര്യത്തിലാണ് നോഹയുടെ കാലത്തുണ്ടായിരുന്ന വ്യക്തികളൊക്കെയും. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഒരിക്കലും അന്നുവരെ മഴ പെയ്തിട്ടില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഞ്ഞു പൊങ്ങിയായിരുന്നു ഭൂമി നനച്ചിരുന്നത്. എന്നാൽ നോഹ പെട്ടകം പണിത് കഴിയുമ്പോൾ 40 ദിനം രാത്രി മഴ പെയ്യുകയാണ്. ആ വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ ആ നോഹയുടെ പെട്ടകവും പൊങ്ങുകയാണ്. നോഹയും തൻ്റെ വേണ്ടപ്പെട്ടവരും ആ പെട്ടകത്തിൽ കയറി. യഹോവ വാതിലടച്ചു. ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരും ജീവജാലങ്ങളും തിരഞ്ഞെടുത്ത ഈ ജോഡി അല്ലാതെ എല്ലാം ആ വെള്ളത്തിൽ നശിച്ചു പോവുകയാണ്. അവസരങ്ങൾ ലഭിച്ചിട്ട് നഷ്ടപ്പെടുത്തിയ ഒരു വലിയ ജനനിധിയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നോഹയെ പ്രസംഗിച്ചിട്ടും അത് കേൾക്കുവാൻ, നോഹ പറഞ്ഞിട്ടും അത് വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു സമൂഹം ആ ജലപ്രളയത്തിൽ നശിച്ചു പോകുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ തക്കോണം കഴിയും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ ഭക്ഷിച്ചും കുടിച്ചും വിവാഹം ചെയ്തും വിവാഹം ചെയ്യിച്ചും പോകുന്നു. അതായത് അനുദിന ജീവിതത്തിൻ്റെ തിരക്കുകളിൽ, ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ അവർ മുമ്പോട്ട് പോവുകയാണ്. ദൈവഭയം നഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ ശബ്ദത്തെ അനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച ഒരു സമൂഹത്തെക്കുറിച്ചാണ് കർത്താവോടെ പ്രതിപാദിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുന്നതുവരെ അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയായിരിക്കും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും അങ്ങനെ തന്നെയായിരിക്കും. നനയ്ക്കാത്ത നാളിൽ അവൻ വരും. ഒരുങ്ങാത്തവർ ഒക്കെയും നഷ്ടപ്പെട്ടു പോകുമെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 10 കന്യകമാരുടെ ഉപമയിലൂടെയും കർത്താവ് ഇത് നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ഈ ലോക ജീവിത യാത്രയിൽ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം, ആത്മീയ ഉണർവുള്ളവരായിരിക്കണം എന്നീ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രക്ഷപ്പെടുവാനുള്ള അവസരം ദൈവം നമുക്ക് പല സന്ദർഭങ്ങളിൽ തരും. അതൊരു പക്ഷേ ധ്യാനങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഉപവാസങ്ങളിലൂടെയോ കൺവെൻഷനിലൂടെയോ ദേവാലയങ്ങളിൽ നിന്നുള്ള പ്രസംഗങ്ങളിലൂടെയോ ഒക്കെയും ആകാം. പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വരുമ്പോഴാണ്
രക്ഷപ്പെടുവാനുള്ള അവസരം ആ വ്യക്തിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നത്. നാലാമത്, ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന കാര്യം, അവൻ്റെ ശരീരത്തിന് ആവശ്യമാകുന്ന വിശ്രമം ലഭിക്കുന്നതല്ലാതെ ആ ഉറങ്ങുന്ന സാഹചര്യത്തിൽ മറ്റാർക്കും ഒരു പ്രയോജനവുമില്ല. മറ്റാർക്കും ഒരു പക്ഷേ ദോഷവും ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷേ ഒരു പ്രയോജനവും, അതായത് പ്രൊഡക്റ്റീവായിട്ട് അൺഫ്രൂട്ട്ഫുൾ ആയിട്ട് ആ വ്യക്തി ആ സമയം കഴിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ആത്മീയമായി ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഫലപ്രദമായി ചെയ്യുവാനായിട്ട് അവന് സാധ്യമാകുകയില്ല. എന്ന് പറയുമ്പോൾ നാം നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നാം ദോഷമായിട്ട് ഒരുപക്ഷെ ഒന്നും ചെയ്യുന്നില്ലായിരിക്കും, ഒരു വ്യക്തിയെ ദ്രോഹിക്കുന്നില്ലായിരിക്കും, ഒരു വ്യക്തിയോട് നമുക്ക് വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ പകയോ ഇല്ലായിരിക്കും. പക്ഷേ ഒരു വ്യക്തിക്കും ഒരു പ്രയോജനവുമില്ലാത്തവരായി നമുക്ക് വേണ്ടി നാം ജീവിക്കുന്നവരായി തീരുകയാണ്. ഉറങ്ങുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ പോലെ തന്നെ. അപ്പോൾ തിരുവചനം എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? ഇവിടെ പറയുകയാണ്, ഉറങ്ങുന്നവനെ ഉണരുക. അപ്പോൾ അങ്ങനെ ഒരു ആത്മീയ ഉറക്കത്തിലാണോ ഇന്ന് ഞാനും നിങ്ങളുമെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഉറക്കം നമുക്കും ദൈവത്തിനും പ്രയോജനമില്ലാത്ത ഉറക്കമായി, ആത്മീയമായ ഉറക്കം തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവചനം 29 അധ്യായത്തിൻ്റെ 13 തിരുവചനത്തിൽ നാം വായിക്കുന്നു, അതുകൊണ്ട് യഹോവ അരുളി ചെയ്യുന്നു, ഈ ജനം അടുത്തു വന്ന് വായുകൊണ്ട് അധരങ്ങൾ കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയം അവർ എന്നിൽ നിന്ന് ദൂരത്ത് വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷ കൽപ്പനയാകുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ആരാധനകളും ഒരു യാന്ത്രികമായി മാറിയിരിക്കുന്നു എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നാം ദേവാലയങ്ങളിൽ പോകുന്നു, നാം പ്രാർത്ഥിക്കുന്നു, നാം പതിവ് പോലെ എല്ലാ കാര്യങ്ങളും നോയമ്പെടുക്കുന്നു, ഉപവസിക്കുന്നു, എല്ലാം പതിവ് പോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നുവോ? ഇവിടെ യെശയ്യാ പ്രവാചകൻ ഓർപ്പിക്കുകയാണ്, ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരങ്ങൾ കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. നാം പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ഇതെല്ലാം നാം ചെയ്യുന്നു, യാന്ത്രികമായി നാം ചെയ്യുന്നു. എന്നാൽ പ്രവാചകൻ പറയുകയാണ്, എങ്കിലും തങ്ങളുടെ ഹൃദയം അവർ എന്നിൽ നിന്ന് ദൂരത്ത് വെച്ചിരിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് ഒരു സ്നേഹം ദൈവത്തോട് നമുക്കുണ്ടോ? ദൈവിക പ്രവർത്തനങ്ങളോട് ഒരു അഭിവാഞ്ച നമുക്കുണ്ടോ? ദൈവിക കാര്യങ്ങളിൽ നമുക്ക് ശുഷ്കാന്തിയുണ്ടോ? അതോ ക്രൈസ്തവനായിട്ട് ജനിച്ചതുകൊണ്ട് നാം ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു, അതിനപ്പുറമായി ദൈവവുമായൊരു ബന്ധം നമുക്കുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഇത് നമുക്ക് ആ ഒരു വലിയ ബന്ധമില്ലെങ്കിൽ ഇന്ന് നാം ഉറങ്ങുന്ന അവസ്ഥയാണ്, ആത്മീയമായി ഉറങ്ങുന്ന അവസ്ഥയാണ്. നമുക്ക് ആത്മീയമായ ഒരു ഉണർവില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നാം ആ തിരുവചനത്തിലേക്ക് വരുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 1 ലേഖനം 5 അധ്യായം 2 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്, എന്തെന്നാൽ കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിൻ്റെ ദിവസം വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നു. സമാധാനവും സുരക്ഷിതത്വവും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ വരും, അവർ രക്ഷപ്പെടുകയില്ല. എന്നാൽ സഹോദരന്മാരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഇരുട്ടിലല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ആകയാൽ നാം മറ്റുള്ളവരെ പോലെ ഉറങ്ങരുത്, പിന്നെയോ ജാഗ്രതയും സുബോധവും ഉള്ളവരായിരിക്കണം. അപ്പോൾ മറ്റുള്ളവരെ പോലെ ഉറങ്ങുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. ജാഗ്രത, ആത്മീയമായ ഒരു ജാഗ്രത, ആത്മീയമായ ഒരു ഉണർവ്, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ, ദൈവത്തോട് ഒരു പ്രതിപത്തിയുള്ള ഒരവസ്ഥ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ തിരുവചനത്തിൽ പറയുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക. ഉണർന്നാൽ നമുക്ക് എല്ലാം കാണുവാൻ കഴിയും, എല്ലാം മനസ്സിലാക്കുവാൻ കഴിയും. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിയാം, ആപത്തുകളുണ്ടെങ്കിൽ നമുക്കറിയാം. അതോടൊപ്പം തന്നെ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് ഉപയുക്തമാക്കുവാൻ നമുക്ക് കഴിയും. ഉണർന്നിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുവാൻ, ഉപകാരം ചെയ്യുവാനും നമുക്ക് കഴിയും. പക്ഷെ ഉണരാതെ ഇത് സാധ്യമാകുകയില്ല. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഉറങ്ങുന്നവനെ ഉണരുക.
മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. മരിച്ചവർ എന്ന് പറയുമ്പോൾ ആത്മീയമായി മരിച്ചവർ, അവരുടെ ഇടയിലാണ് എന്ന് പറയുമ്പോൾ ചുറ്റുപാടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ, ക്രൈസ്തവർ ചെയ്യുന്ന കാര്യങ്ങൾ പോലും പറയുവാൻ ലജ്ജ ഉള്ള ഒരു കാലയളവിലൂടെ നാം കടന്നു പോവുകയാണ്. ഏതൊരു കുറ്റകൃത്യത്തിലും നോക്കിയാലും എല്ലാ മതങ്ങളിലും പെടുന്നവർ ഉൾപ്പെടുന്നത് പോലെ തന്നെ ക്രൈസ്തവരും ഉൾപ്പെട്ടിരിക്കുകയാണ്. കൊലപാതകമായിരുന്നാലും മോഷണമായിരുന്നാലും ചതിവായിരുന്നാലും ഇവിടെയൊക്കെയും ഒരു വ്യത്യാസവും ഒരു ക്രൈസ്തവനിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോൾ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുകയല്ല, പിന്നെ ദുഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നാം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയണം. മാത്രമല്ല, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഉണർന്നാൽ മാത്രം പോരാ, എഴുന്നേൽക്കണം. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ കണ്ടതുകൊണ്ടായില്ല, പിന്നെയോ നാം എഴുന്നേറ്റ് തെറ്റാണെങ്കിൽ തെറ്റിനെ എതിരെ വിരൽ ചൂണ്ടുവാൻ, പ്രതികരിക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്. മാത്രമല്ല, എഴുന്നേൽക്കാതെ ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് വരികയില്ല. പറയുകയാണ്, ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. പക്ഷെ നീ എഴുന്നേൽക്കണം. ഉണർന്നാൽ സാധ്യം. ഉറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ മേൽ പ്രകാശിക്കുകയില്ല, ഉണർന്നാലും പ്രകാശിക്കുകയില്ല. നീ എഴുന്നേൽക്കണം. ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നീ എഴുന്നേൽക്കണം. ദൈവത്തിനു വേണ്ടി നീ എഴുന്നേൽക്കുമ്പോൾ നിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം ഉദിക്കുകയാണ്. ആ പ്രകാശം നിൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ കൂരിൽ ഒന്നാമത് മാറും. എന്തെങ്കിലും വലിയ കൂരിലൂടെ നീ കടന്നു പോകുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളുമാകുന്ന കൂരിലിൻ്റെ താഴ്വരയിലൂടെയാണ് നീ കടന്നു പോകുന്നുവെങ്കിൽ, നീ ആത്മീയമായി ഉണർന്നാൽ, നീ എഴുന്നേറ്റാൽ നിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം ഉദിക്കും. രണ്ടാമത്, നിൻ്റെ മേൽ ഉദിച്ച പ്രകാശം നീ മറ്റുള്ളവർക്കും ആ പ്രകാശമായി തീരും. മലമേൽ പണിത പട്ടണം പോലെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. നാം വെളിച്ചമായി തീരും. ദൈവം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് നമ്മളിൽ പ്രകാശിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നാം പ്രകാശമായി തീരും. മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവരായി, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി, മറ്റുള്ളവരെ യേശുവിനെ കാണിക്കുന്നവരായി, യേശുവിൻ്റെ കൈയും കാലുമായി നാം ഓരോരുത്തരും തീരുകയാണ്. അതുവഴി നാം പ്രകാശമാകുന്നത് വഴി നമ്മുടെ ചുറ്റുപാടുമുള്ള അന്ധകാരം മാറി അനേകർ പ്രകാശത്തിലേക്ക് വരുവാൻ അത് മുഖാന്തരം ഒരുക്കപ്പെടും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, അതൊരു സഡനായിട്ടുള്ളൊരു ആക്ഷനാണ്. ഉണരുന്ന വ്യക്തി ഉണർന്നവിടെ കിടക്കുകയല്ല, ആലോചിച്ച് തീരുമാനമെടുത്ത പിന്നീട് ചെയ്യാമെന്ന് പറയുകയല്ല, ഉടനെ അവൻ എഴുന്നേൽക്കണം. ഉണർന്നാൽ മാത്രം പോരാ, അവൻ ഉടനെ എഴുന്നേൽക്കണം. ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, അവരിൽ നിന്ന് മാറി പോകുവാൻ തൊക്കുന്ന വ്യക്തിക്ക്, മരിച്ചവരുടെ ഇടയിൽ കിടന്നാൽ എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിലായിരിക്കുന്ന, ആത്മീയമായ മരിച്ചവരുടെ ഇടയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ എഴുന്നേറ്റ് അവനെ തന്നെ മാറ്റണം. അവൻ്റെ പഴയകാല ജീവിതചര്യയിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകണം. ആ മാറ്റമാണ് നിന്നിൽ ദൈവത്തിൻ്റെ പ്രകാശം ഉദിക്കുവാൻ തക്കവണ്ണം, ആ പ്രകാശം നിന്നിലേക്ക് വരുവാൻ തക്കവണ്ണം മുഖാന്തരം ഒരുക്കപ്പെടുന്നത്. നിന്നിലേക്ക് വരുന്ന പ്രകാശം മറ്റുള്ളവരിലേക്ക് അത് പ്രതിഫലിക്കുവാൻ തക്കവണ്ണം അത് സാധ്യമാവും. ഒരു ചന്ദ്രൻ എങ്ങനെ പ്രകാശിക്കുന്നു? സൂര്യനിൽ നിന്ന് അടിക്കുന്ന ആ വെട്ടം ചന്ദ്രനിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിലേക്ക് വരുന്നത് പോലെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം നിന്നിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശത്തിനായി നിൻ്റെ ചുറ്റുപാടുകളിൽ അന്ധകാരത്തിൽ കഴിയുന്ന, ബന്ധനത്തിൽ കഴിയുന്ന, പാപത്തിൻ്റെ പടുകുഴിയിൽ കഴിയുന്ന അനേകരെ കോരിയെടുക്കുവാൻ തക്കവണ്ണം അത് മുഖാന്തരമായി തീരും. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം എങ്ങനെയാണ് കടന്നു പോകുന്നത്? ആത്മീയമായ ഒരു ഉറക്കത്തിലൂടെയാണോ ഇന്ന് നാം കടന്നു പോകുന്നത്? ഒരുപക്ഷെ നമുക്ക് പ്രാർത്ഥനയുണ്ടാകാം, ഉപവാസമുണ്ടാകാം, നോയമ്പുണ്ടാകാം, ഇതെല്ലാം മുറ പോലെ നാം ചെയ്യുന്നവരാണ്. പക്ഷേ നാം ഉറങ്ങുന്ന ഒരവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? ആത്മീയമായി ഉറങ്ങുന്ന, ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഭാരമില്ല. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്കും ഒരു ഭാരമില്ല. എങ്കിൽ നാം ഇന്ന് മരിച്ചവരുടെ ഇടയിലാണ്, ഉറങ്ങുന്ന അവസ്ഥയിലാണ്. എന്നാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പ്രകാശമായി തീരുവാൻ തക്കവണ്ണം, ആ ഉറക്കത്തിൽ നിന്ന് ഉണരുവാനും, ഉണർന്നാൽ നാം എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രക്ഷോഭിപ്പാൻ തക്കവണ്ണം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്.
അതിനായിട്ട് ഈ വചനം കേട്ട ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഈ വചനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നടന്ന് വിശുദ്ധിയിൽ ജീവിച്ച് അന്ധകാരത്തിൽ കഴിയുന്ന, ബന്ധനത്തിൽ കഴിയുന്ന, മരിച്ച് കഴിയുന്ന അനേകരെ ഉയർപ്പിക്കുവാൻ, ഉണർത്തുവാൻ നമ്മളിലൂടെ ദൈവം സഹായിക്കട്ടെ. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.